ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് കുറച്ച് പോർഷൻസ് തീരാനുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിവിടെ ഓൺലൈനായിട്ട് എടുക്കാമെന്നാണ് കരുതുന്നത്. അതായത് നമ്മുടെ റിയൽ ആൻഡ് മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ എന്നുള്ള പേപ്പറായിരുന്നല്ലോ നമുക്ക് തീരാനുള്ളത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് റിയൽ അനാലിസിസിൻ്റെ പോർഷൻ ഒരു ക്ലാസ് കൊണ്ട് തീരും. അതിനുശേഷം നമുക്ക് മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണെങ്കിലും നമുക്കത് നോക്കാം. അപ്പം ഫസ്റ്റ് നമുക്ക് റിയൽ നോക്കാം. ഇപ്പോൾ റിയൽ അനാലിസിസിൻ്റെ പേപ്പറിൻ്റെ നമ്മൾ മാർച്ച് 19 ലാസ്റ്റ് ക്ലാസ് എടുത്തിരുന്നത്. അപ്പം അതിൽ തിയറം 3.2.10 വരെയാണ് നമ്മൾ എടുത്തിരുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതിന് ശേഷമുള്ള തിയറമാണ് നമുക്ക് എടുക്കേണ്ടത്. അതായത് തിയറം 3.2.11 നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കിപ്പോവാം. അപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഫസ്റ്റ് നിങ്ങളുടെ കയ്യിൽ PDF ഉണ്ടായിരിക്കുമല്ലോ, അതും ഓപ്പൺ ചെയ്ത് വെച്ച് അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തുകൊണ്ടായിരിക്കുമല്ലോ, അത് സൈഡിൽ വെച്ച് വേണം നമ്മൾ പഠിച്ചു പോകാൻ. ഓക്കെ, ഞാൻ എഴുതുന്ന ഈ നോട്ടിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ എഴുതി പോകുന്നതാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ട് വെച്ച് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: let xn be a sequence of positive real numbers such that L equal to limit xn plus 1 divided by xn exist. If L less than 1, then xn convergent and limit xn equal to 0. ഓക്കെ, ഇനി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഒന്നുകൂടെ നോക്കുക. നമുക്ക് വായിച്ച് നോക്കാം. xn എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. അപ്പം പോസിറ്റീവ് സീക്വൻസാണ് xn എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ L ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. L ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലിമിറ്റ് xn പ്ലസ് 1 ഡിവൈഡ് ബൈ xn ആയിട്ടാണ് L ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ആ L എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ L ലെസ് ദാൻ 1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ L ലെസ് ദാൻ 1 ആണെങ്കിൽ, അതായത് തിയറം ഇതാണ്, നമ്മുടെ സീക്വൻസ് ഓഫ് പോസിറ്റീവ് ടൈമാണ്, അതിൻ്റെ L ഡിഫൈൻ ചെയ്തിരിക്കുന്നു. L 1 ആണെങ്കിൽ, L ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മളുടെ സീക്വൻസ് xn കൺവെർജൻ്റ് ആയിരിക്കും എന്ന് മാത്രമല്ല കൺവെർജൻ്റ് ആണ്, അതിൻ്റെ ലിമിറ്റ് 0 ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ തിയറം. അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. ഈ തിയറം പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വേറൊരു തിയറം യൂസ് ചെയ്യുന്നുണ്ട്. ആ തിയറമാണ് 3.2.4 നമ്മൾ യൂസ് ചെയ്യുന്നു. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഫസ്റ്റ് എഴുതാം. ഇഫ് xn ഈസ് എ കൺവെർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് if xn greater than or equal to 0 for every n belongs to n, then x is equal to limit xn greater than or equal to 0. അതായത് ഞാൻ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിപ്പിച്ചതാണ്. അതായത് പോസിറ്റീവ് സീക്വൻസിൻ്റെ ടേമുകളെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ആ സീക്വൻസിൻ്റെ ലിമിറ്റും പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് തിയറം. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, അത് പറയുന്നത് ഇതാണ്. ടേമുകളെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ലിമിറ്റും പോസിറ്റീവ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തിയറം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ തിയറം നോക്കാം. അപ്പം ഈ തിയറം അനുസരിച്ച് എന്താണ്, ബൈ ദിസ് തിയറം എന്ത് പറയാം, നമ്മളുടെ ഓൾറെഡി തന്നിരിക്കുന്നത് നമ്മളുടെ സീക്വൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടൈം ആണ് എന്ന് തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ തിയറം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കുമെന്ന്. ഓക്കെ, അതായത് L ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഈ തിയറം യൂസ് ചെയ്തുകൊണ്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ L ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇനിയും L 0യേക്കാൾ വലിയ ഒരു നമ്പറാണ്. ഇപ്പോൾ നമ്മൾ 0യേക്കാൾ വലിയ ഒരു നമ്പർ നമ്മൾ 1/2 എടുത്തെന്ന് കരുതുക. അപ്പം എന്താണ്
1/2-നും 1/2-നേക്കാൾ വലിയ ഒരു നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്ന് പറയുന്ന പോലെ, അതായത് നമ്മുടെ തിയറത്തിൽ പറയുന്നത് L > 0, ലിമിറ്റ് 0യേക്കാൾ വലുതാണ് എന്നാണ്. അപ്പം Lനേക്കാളും വലിയ ഒരു നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സിമ്പിളായിട്ട്. ഓക്കെ, അതാണ് നമ്മൾ R എന്ന് വിളിക്കുന്നു. ലെറ്റ് R be a real number such that L <r < 1. ഇത്രയേ ഉള്ളൂ. അതായത് നമുക്കറിയാം L 0യേക്കാൾ വലുതാണ്. അപ്പോൾ 0യേക്കാൾ വലിയ Lനേക്കാളും വലിയ, എന്നാൽ 1നേക്കാളും ചെറിയ ഒരു നമ്പറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സിമ്പിളായിട്ട്. ഓക്കെ, ഓൾറെഡി ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? L < 1 ആണ് നമ്മുടെ തിയറത്തിനകത്ത് തന്നിട്ടുള്ളത്. L < 1 എന്നുണ്ട്. അപ്പോൾ L < 1 ആണ്, L പോസിറ്റീവാണ്, 0യേക്കാൾ വലുതുമാണ്. അപ്പോൾ 0യേക്കാൾ വലിയ ആ നമ്പറിനേക്കാളും വലുത്, എന്നാൽ 1നേക്കാളും ചെറിയ ഒരു R കണ്ടെത്താൻ പറ്റുന്നു എന്ന് മാത്രമാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു നമ്പർ നമുക്കുണ്ട്, അതിനെ R എന്ന് വിളിക്കുന്നു. അതവിടെ ഇരിക്കട്ടെ. അതേപോലെ തന്നെ നമുക്കിവിടെ നിന്ന് മനസ്സിലാകുന്നത് R ആണ് വലുത്, Lനേക്കാളും വലുതാണ് R. അപ്പോൾ നമ്മൾ എപ്സിലോൺ എന്നുള്ളൊരു നമ്പറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. എപ്സിലോൺ = R - L. R - L ആയിട്ട് എപ്സിലോണിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർലി എന്ത് പറയാൻ പറ്റും? എപ്സിലോൺ = R - L ആണ്. അത് പോസിറ്റീവാണ്, കാരണം R ആണ് Lനേക്കാൾ വലുത്. അപ്പോൾ Rൽ നിന്ന് L കുറച്ചാൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ <0 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ ലിമിറ്റ് xn+1/xn എക്സിസ്റ്റ് ചെയ്യുന്നു എന്നും അത് പോസിറ്റീവ് ആണെന്നുമാണ് ഈ തിയറത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? (xn+1/xn - L < ആണെന്നാണ്. അതായത് ലിമിറ്റ് xn+1/xn എന്ന് പറയുന്നത് L ആണ് എന്ന് തന്നിട്ടുണ്ട്. L ആണെങ്കിൽ എന്താണ്? ഇപ്പോൾ xnൻ്റെ ലിമിറ്റ് x ആണെങ്കിൽ (xn - x < എന്നാണ്. അതാണ് ബേസിക് ഡെഫിനിഷൻ. അപ്പോൾ ആ ബേസിക് ഡെഫിനിഷൻ വെച്ച് നമുക്ക് ഈ കാര്യം പറയാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്കിനി എന്ത് ഇംപ്ലൈ ചെയ്യാം? എന്താണ്? ഈ നമ്പർ എന്ന് പറയുന്നത് -നും എപ്സിലോണിനും ഇടയ്ക്കാണ് എന്നാണ്. (x < 1) എന്ന് പറഞ്ഞാൽ -1 < x < 1 എന്നാണ്. അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ -ε എന്നാണ്. അപ്പം ഇവിടെ എന്താണ്? -നും എപ്സിലോണിനും ഇടയിലാണ് ഈ കിടക്കുന്ന xn+1/xn - L എന്നുള്ള ടേം. അപ്പോൾ ഈ -Lനെ മാറ്റാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡിലും L ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്താകും? -ε + L xn+1/xn L എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് വീണ്ടും എന്ത് പറയാൻ പറ്റും? ഓക്കെ, അല്ലെങ്കിൽ ഇത്രയും മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന xn+1/xn എന്നുള്ളത് < L ആണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പം xn+1/xn < L ആണെന്ന് കിട്ടി. ഇനി ഓൾറെഡി നമുക്കറിയാം എപ്സിലോണായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? R - Lനെയാണ് എപ്സിലോണായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്സിലോണിൻ്റെ വില ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഓൾറെഡി അവിടെ ഒരു L ഉണ്ട്, +R - L എന്ന് കൊടുക്കുക. R - L, അപ്പോൾ -L Lയും കൂടെ പോയി കഴിഞ്ഞാൽ R എന്ന് കിട്ടും. അതായത് xn+1/xn എന്നുള്ളത് R എന്ന് കിട്ടി. എന്ന് വെച്ചാൽ xn+1 എന്ന് പറയുന്നത് R × xn ആണെന്നാണ് കിട്ടിയത്. ഇതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തത്. xn+1 എന്ന് പറയുന്നത് R × xn എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഒന്നാമത് ഈ കാര്യം തന്നെ ഇത് തന്നെ പറയാം. രണ്ടാമത് എന്ത് പറയാം? ഇപ്പം എക്സിൻ്റെ സഫിക്സായിട്ട് n+1 വന്നു കഴിഞ്ഞാൽ R × xn എന്ന് വരും. അങ്ങനെ ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? xn ആണ് എങ്കിൽ ഇവിടെ എന്ത് പറ്റും? n+1 ആണെങ്കിൽ n. അപ്പോൾ xn ആണെങ്കിൽ R × xn - 1. ഇങ്ങനെ ഇത് ഇപ്പോൾ ആദ്യം n+1 ആയി, പിന്നെ xn ആയി, ഇനി xn - 1 ആണ്. ഇങ്ങനെ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് പോയാൽ കുറേ ഇൻഇക്വാലിറ്റീസ് കിട്ടും. അപ്പോൾ ഇതെല്ലാം വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? 0യേക്കാളും വലുതാണ് xn+1 അപ്പം ഇക്വേഷൻ നമ്പർ 1 വെച്ച് xn+1 R × xn എന്ന് കിട്ടി. R × xn ഈ R × xn, ഈ xn ഓൾറെഡി എന്താണ്? R × xn - 1 ആണ്. അപ്പോൾ ഓൾറെഡി ഒരു R ഉണ്ട്. ഈ xnനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി R × xn - 1 അവിടെ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? R² × xn - 1 എന്ന് കിട്ടും. R² × xn - 1 കിട്ടും. ഇങ്ങനെ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് xk × R raised to n - k + 1 എന്നുള്ളത് ലാസ്റ്റ് ടൈം ആയിട്ട് കിട്ടും.
അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ കിട്ടും. അതായത് നമുക്ക് ഇവിടെ നിന്നുള്ളത് 0 <(x(n+1) പിന്നെ കുറേ ടേം ഉണ്ട്. ലാസ്റ്റ് ടേം എന്നുള്ളത് എന്താണ്? xk r⁻n−k+1 ആണ് എന്നാണ് നമുക്ക് കിടക്കുന്നത്. ഇതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാൻ പോവാണ്. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു xk ഇൻറ്റു ഇതിൻ്റെ r⁻n പോസിറ്റീവാണ്, 1 പോസിറ്റീവാണ്. അപ്പം n+1 അവിടെ കിടക്കട്ടെ, ഡിവൈഡഡ് ബൈ ഇനി r⁻−k എന്ന് പറഞ്ഞാൽ 1/r⁻k ആണ്. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ എഴുതി എന്ന് വെച്ചാൽ അത് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? x⁻k ഡിവൈഡഡ് ബൈ r⁻k ഇൻറ്റു r⁻n+1 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി. അപ്പം ഇവിടുത്തെ ഞാൻ നോക്കി x⁻k ഡിവൈഡഡ് ബൈ r⁻k ഞാൻ c എന്ന് വിളിക്കുന്നു. c ഇൻറ്റു r⁻n+1 എന്ന് അവിടെ കിട്ടും. അതായത് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഞാൻ ഒന്നും കൂടി എഴുതാം. 0 <(x(n+1) c ഇൻറ്റു r⁻n+1. അപ്പോൾ നോക്കുക, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് 0 പോകുന്നു. അതായത് xn ആണ് നടുക്ക് കിടക്കുന്നത്, ലെഫ്റ്റ് സൈഡ് 0 പോകുന്നു. റൈറ്റ് സൈഡ് എന്താണെന്ന് നോക്കുക, c ഇൻറ്റു r⁻n+1 ആണ്. അപ്പം ലിമിറ്റ് കണ്ടുപിടിക്കുമ്പം n→∞ ഈ റൈറ്റ് ടേം എങ്ങോട്ടായിരിക്കും പോകുന്നത്? ആറിൻ്റെ വില 0ക്കും 1നും ഇടയിലാണ്. ആറിൻ്റെ വില 0ക്കും 1നും ഇടയിലാണെങ്കിൽ അങ്ങനെയുള്ള നമ്പറിൻ്റെ എന്ത് പവർ എടുക്കുമ്പം അത് n→∞ കൊടുക്കുമ്പോൾ അത് 0 പോകും. അതായത് റൈറ്റ് സൈഡും 0 പോകുന്നു എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടും. അതായത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ലിമിറ്റ് xn+1 എന്നുള്ളത് ലെഫ്റ്റും റൈറ്റും 0 പോയാൽ ആ നടുക്കത്തെ സാധനവും 0 പോകുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നു. അപ്പം ലിമിറ്റ് xn+1 0 ആണെങ്കിൽ ലിമിറ്റ് xn = 0 ആയിരിക്കും. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്തായിരുന്നു അപ്പം സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ലിമിറ്റ് xn+1 / xn എക്സിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ ആ l<(1) ആണ് താനും അങ്ങനെയും ഉണ്ടെങ്കിൽ ലിമിറ്റ് xn = 0 ആണ് എന്നാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ l<(1) എന്ന് എടുത്തു, നമുക്ക് ലിമിറ്റ് xn 0 ആണെന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് തിയറം നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനിയും അടുത്ത തിയറം നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു ഡെഫിനിഷനാണ് അടുത്ത സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്ഷൻ 3.3 ആണ്. അത് മോണോട്ടോൺ സീക്വൻസ് ആണ്. മോണോട്ടോൺ സീക്വൻസ്. അപ്പം ഫസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം നമുക്ക്. 3.3.1 ആണ് ഡെഫിനിഷൻ. നമുക്കറിയാം മോണോട്ടോൺ സീക്വൻസ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി വേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് ഇൻക്രീസിങ് സീക്വൻസ്, എന്താണ് ഡിക്രീസിങ് സീക്വൻസ് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതായത് ഒരു സീക്വൻസ് ഇൻക്രീസ് ചെയ്ത് പോകുന്നെങ്കിൽ അതിന് ഇൻക്രീസിങ് സീക്വൻസ് എന്നും, അതായത് x1 x2 x3 എക്സെട്ര എന്നുള്ള സീക്വൻസ് ആണെങ്കിൽ x1 <(x2 x3 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്നെങ്കിൽ അതിൻ്റെ ഇൻക്രീസിങ് സീക്വൻസ് എന്നും, x1 <(x2 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്നെങ്കിൽ അതിനെ ഡിക്രീസിങ് സീക്വൻസ് എന്നുമാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എയ്തർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ആയിട്ടുള്ള സീക്വൻസുകളെയെല്ലാം നമ്മൾ മോണോട്ടോൺ സീക്വൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ മോണോട്ടോൺ സീക്വൻസ് എന്താണെന്ന് ചോദിച്ചാൽ ആ സീക്വൻസ് ഒന്നെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കണം. അപ്പോൾ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആകുന്ന സീക്വൻസുകളെല്ലാം കളക്റ്റീവ്ലി പറയുന്ന പേരാണ് മോണോട്ടോൺ സീക്വൻസ്. അതാണ് ഡെഫിനിഷൻ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തിയറത്തിലോട്ട് വരാം. തിയറം 3.3.2 ആണ് തിയറത്തിൻ്റെ പേര്. മോണോട്ടോൺ കൺവെർജൻസ് തിയറം. മോണോട്ടോൺ കൺവെർജൻസ് തിയറം നമുക്ക് നോക്കാം. A monotone sequence of real number is convergent if and only if it is bounded. എന്താണ് പറയുന്നത്? മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ഈസ് കൺവെർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ് എന്നുള്ളതാണ് അതിൻ്റെ തിയറം.
തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രൂഫ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രൂഫ് കൊടുക്കേണ്ട എന്നുള്ളതല്ലായിരുന്നു. അത് നമ്മളൊരു അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ ക്ലാസ്സിൽ തരാൻ വേണ്ടി വെച്ചിരുന്നതാണ്. പിന്നെ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടായിരുന്നു അത് തരാൻ പറ്റാതെ പോയത്. അപ്പം നമ്മൾ അസൈൻമെൻറ്റ് ഇല്ലാതായിരുന്നു സത്യത്തിൽ മുന്നോട്ട് പോയത്. അപ്പം നിങ്ങളിത് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ടൈം കഴിഞ്ഞതുകൊണ്ട് ഇനിയും എനിക്ക് സബ്മിറ്റ് ചെയ്ത് നിങ്ങളതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളത് സ്വന്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം തിയറം 3.3.2 അത് അസൈൻമെൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അത് അസൈൻമെൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അത് പഠിക്കാതിരിക്കരുത്, പഠിക്കണം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സെക്ഷൻ 3.4. സെക്ഷൻ്റെ പേര് സബ്സീക്വൻസ് ആൻഡ് ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം എന്നാണ്. അപ്പോൾ നമുക്കറിയാം സബ്സീക്വൻസ് എന്താണെന്ന് നമുക്കറിയാം. ഒരു സീക്വൻസിൻ്റെ സബ്സെറ്റായിട്ട് വരുന്ന സീക്വൻസുകളെയാണ് സബ്സീക്വൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാക്ട് ഡെഫിനിഷനുണ്ട്. സബ്സെറ്റ് എന്നല്ല അത് വരേണ്ടത്, എക്സാക്ട് ഡെഫിനിഷൻ വേറെയുണ്ട്. നമുക്ക് നോക്കാം. അപ്പം സബ്സീക്വൻസുകളും ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണത്. അപ്പം ഈ കാര്യങ്ങൾ വരുന്ന സെക്ഷനാണിത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. 3.4.1. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് നോക്കാം നിങ്ങൾ. എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പറാണ്. അതേപോലെ തന്നെ N1 N2 എക്സെട്ര Nk എന്ന് പറയുന്നത് എക്സെട്ര എന്ന് പറഞ്ഞ പോകുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ളൊരു സീക്വൻസ് ആണ്. വേറൊരു സീക്വൻസ് ആണെന്ന് കരുതുക, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ. ഓക്കെ, ദെൻ ദ സീക്വൻസ് എക്സ് ഡാഷ് ഇസ് എക്സ് Nk ഈസ് ഗിവൻ ബൈ. അപ്പം എക്സ് ഡാഷ് എന്നുള്ള പുതിയ സീക്വൻസ് എടുക്കുകയാണ് നമ്മൾ. N1 N2 എക്സെട്ര Nk എന്നുള്ള നാച്ചുറൽ നമ്പറിൻ്റെ കളക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് സഫിക്സ് ആയിട്ട് വരുന്ന പുതിയൊരു സീക്വൻസിനെയാണ് സബ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പാടായിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു തന്നാൽ നമ്മളൊരു സീക്വൻസ് ഉണ്ട്. 1 2 3 4 5 എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ഉണ്ടെന്ന് കരുതുക. അത് നമ്മുടെ കയ്യിലുണ്ട്. അതാണ് സീക്വൻസ് XN എന്ന് പറഞ്ഞാൽ X1 എന്ന് പറഞ്ഞാൽ 1 ആണ്, X2 എന്ന് പറഞ്ഞാൽ 2 ആണ്, X3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള പുതിയൊരു സീക്വൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനാണ് Nk എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, XN എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടൈം, രണ്ടാമത്തെ ടൈം, മൂന്നാമത്തെ ടൈം എന്ന് പറഞ്ഞല്ലേ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ Nk നമ്മൾ എടുക്കുന്നത് എന്താണ്? പുതിയ നമ്പറാണ്. അതായത് ഒന്നാമത്തത് എടുക്കുന്നു, മൂന്നാമത്തത് എടുക്കുന്നു, അഞ്ചാമത്തെ എടുക്കുന്നു, എക്സെട്ര എന്ന് പറഞ്ഞാൽ. അപ്പോൾ Nk എന്ന് പറഞ്ഞാൽ N1 N3 N5. അപ്പോൾ അതൊരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അല്ലേ. 1 3 5 എന്ന് പറയുന്നത് ഈ നാച്ചുറൽ നമ്പറിൻ്റെ തന്നെ സബ്സെറ്റായിട്ട് വരുന്നതാണ്. പക്ഷേ അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്, കൂടി വരണം. അപ്പോൾ ഒന്നാമത്തെ ടൈം എടുക്കുന്നു, അതായത് പേരൻറ്റ് സീക്വൻസിൽ നിന്ന് ഒന്നാമത്തെ ടൈം എടുക്കുന്നു, മൂന്നാമത്തെ ടൈം എടുക്കുന്നു, അഞ്ചാമത്തെ ടൈം എടുക്കുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് 1 2 3 എന്നുള്ള സീക്വൻസിനകത്തുനിന്ന് ഒന്നാമത്തെ ടൈം, മൂന്നാമത്തെ ടൈം, അഞ്ചാമത്തെ ടൈം, അങ്ങനെ മാത്രം കളക്ട് ചെയ്ത് പോകുന്ന പുതിയൊരു സീക്വൻസാണ് സബ് സീക്വൻസ് ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ രീതിയിലാണ് നമ്മൾ സബ് സീക്വൻസുകൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. 2 4 6 8 എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ ഈവൻ ടൈംസ് എടുക്കുന്ന സീക്വൻസ് ആയിട്ട് പുതിയത് വരും. ഇങ്ങനെയും നിർബന്ധമില്ല. 10 എടുക്കുക, 10 15 20 30 ഈ അങ്ങനത്തെ ടൈമുകൾ എടുത്താൽ അങ്ങനെ ഒരു പുതിയ സബ് സീക്വൻസ്. അപ്പോൾ അതാണ് എക്സ് ഡാഷ് എന്നുള്ളത്, XNk എന്നുള്ളത് പുതിയൊരു സീക്വൻസ് ആണ് എന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കുക. ഇനിയും ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള തിയറം നമുക്ക് നോക്കാം. തിയറം 3.4.2 ആണ്. ഇഫ് എ സീക്വൻസ് X is equal to Xn of real number converges to a real number X, then any subsequence
എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് എൻ കെ ഓഫ് എക്സ് ഓൾസോ കൺവെർജൻസ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. എക്സ് എന്ന് പറഞ്ഞ ഒരു സീക്വൻസ്, എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്നുള്ളൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് കൺവെർജൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും കൺവെർജൻ്റ് ആയിരിക്കും. അതായത് ഒരു കൺവെർജൻറ്റ് സീക്വൻസിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും കൺവെർജൻ്റ് ആയിരിക്കും. കൺവെർജ് ചെയ്യുന്ന ഒരു സീക്വൻസിൻ്റെ കൺവെർജ് ചെയ്യാത്ത ഒരു സബ് സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഒരു സീക്വൻസ് കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകൾ എടുത്താലും അതെല്ലാം കൺവെർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം ഇതാണ്, മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. Let epsilon greater than 0 be given and let k epsilon be such that if n greater than or equal to k epsilon then xn minus x less than epsilon. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു കൺവെർജൻറ്റ് സീക്വൻസ് ആണ്. കൺവെർജൻറ്റ് സീക്വൻസ് ആണ് എങ്കിൽ അതിൻ്റെ മീനിങ് സീക്വൻസ് കൺവെർജ് ചെയ്യുന്നു എന്നാണ്, അതറിയാം, നാച്ചുറലാണ്. അപ്പം കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതാണ് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത്. കുറേ പേര് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ഗിവൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എന്താണ് കെ സച്ച് കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഡെഫിനിഷൻ ഇങ്ങനെയാണ്. എന്താണ് ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ടേമുകളും എക്സ് എൻ മൈനസ് എക്സ് എന്നുള്ള നെയ്ബർഹുഡിൽ എപ്സിലോൺ നെയ്ബർഹുഡിൽ വരണം എന്നുള്ളതാണ് ഡെഫിനിഷൻ. എന്ന് വെച്ചാൽ എന്താണ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാലാണ് കെ ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. കെ എപ്സിലോൺ എന്നാണ് ഇവിടെ സ്റ്റേജ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ കെ എപ്സിലോണിന് ശേഷമുള്ള എല്ലാ എണ്ണുകൾക്കും മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും എന്നുള്ളതാണ് ഡെഫിനിഷൻ. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പം ആ ഡെഫിനിഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പം എല്ലാ കെയ്ക്ക് ശേഷമുള്ള എല്ലാ എണ്ണുകൾക്കും ഈ ഡെഫിനിഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇത് ഈ സീക്വൻസിൻ്റെ കേസിൽ മാത്രമാണ് ഇത്. അപ്പോൾ നമുക്ക് കൺവെർജ് ചെയ്യുന്ന സബ് സീക്വൻസുകളെല്ലാം കൺവെർജ് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഏതൊരു സബ് സീക്വൻസ് എടുത്താലും ഇതേപോലെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. ഒരു സ്റ്റേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് എൻ കെ നമ്മൾ പുതിയൊരു സീക്വൻസ് എടുക്കുന്നു. സിൻസ് n1 ലെസ് ദാൻ n2 ലെസ് ദാൻ n3 ലെസ് ദാൻ എക്സെട്ര പുതിയൊരു എൻ കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. എൻ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞപ്പോൾ സബ് സീക്വൻസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പം 1 2 3 4 എന്നുള്ള സീക്വൻസ് എടുത്തപ്പം അതിൻ്റെ 1 2 4 6 8 എന്നുള്ള സബ് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ അത് ഒരു സബ് സീക്വൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം 2 4 6 8 അപ്പം നോക്കിയേ 1 2 3 4 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പുതിയ സീക്വൻസ് എടുത്തപ്പം അത് 2 4 6 8 ഇങ്ങനെ ആയിപ്പോയി. അപ്പം ക്ലിയർലി 1നേക്കാളും വലുതാണ് 2, 2നേക്കാളും വലുതാണ് 4, 3നേക്കാളും വലുതാണ് 4ലേക്കാളും വലുതാണ്. അപ്പം ആ സബ് സീക്വൻസുകളിലെ കറസ്പോണ്ടിങ് ടേംസ് വലുതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എൻ കെ എടുക്കുമ്പോൾ എൻ കെ ആയിട്ടാണ് ഈ 2 4 6 എന്നുള്ള രീതി വന്നിരിക്കുന്നത്. അപ്പോൾ എൻ കെകളായിരിക്കും വലുത് കെയേക്കാൾ. അപ്പം എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കും എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പം ഹെൻസ് ഈഫ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ, അപ്പം നമ്മളെന്താണ് കെ എപ്സിലോണിനേക്കാളും വലിയ കെ നമ്മൾ ചൂസ് ചെയ്യുന്നു. കാരണം നമുക്കൊരു സബ് സീക്വൻസുകൾ എല്ലാം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ കെ ഗ്രേറ്റർ ദാൻ അപ്പോൾ ഒരു സ്റ്റേജ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഡെഫിനേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ടേംസുകളും ഒരു എപ്സിലോൺ നെയ്ബർഹുഡിൽ കിടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ എപ്സിലോണിനേക്കാളും വലിയ കെകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതേപോലെ നമുക്ക് ഓൾറെഡി അറിയാം എൻ കെ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ ആണ്. എൻ കെകൾ കെയേക്കാളും വലുതാണ് എന്ന് നമ്മളിവിടെ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതേപോലെ തന്നെ കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ എപ്സിലോൺ ആണ് എന്നും നമുക്കറിയാം. ഓക്കെ, സോ ദാറ്റ് അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് നമ്മുടെ പേരൻറ്റ് സീക്വൻസ് കൺവെർജ് ചെയ്യുന്നതാണ്. ആ കൺവെർജൻറ്റ് ഡെഫിനിഷൻ എന്താണ്? കെ എപ്സിലോണിന് ശേഷമുള്ള എല്ലാ എന്നുകൾക്കും ഈ സീക്വൻസിൻ്റെ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്നുള്ളത് ലെസ് ദാൻ എപ്സിലോണിലായിരിക്കും എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്.
അപ്പം നമ്മളിവിടെ പക്ഷേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്, ഈ കെ എപ്സിലോണിനേക്കാളും വലുതാണ് എൻ കെകൾ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം കെ എപ്സിലോണിന് ശേഷമുള്ള എല്ലാ എൻ കെകൾ, അപ്പോൾ എൻ കെകൾ നമ്മൾ കെ എപ്സിലോണിന് ശേഷമുള്ളതായിട്ടാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കെ എപ്സിലോണിനേക്കാളും വലിയ എല്ലാ എൻ കെകൾക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തും. ഏത് കണ്ടീഷൻ? എക്സ് എൻ കെ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്നുള്ള കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതാണ് എന്തിൻ്റെ ഡെഫിനിഷനാണ്? ഈ എക്സ് എൻ കെ കൺവെർജസ് ടു എക്സിൻ്റെ ഡെഫിനിഷനാണ് ഈ കിടക്കുന്നത്. എന്ന് വെച്ചാൽ അതിനെന്താണ്, പേരൻറ്റ് സീക്വൻസ് കൺവെർജ് ചെയ്ത് കഴിഞ്ഞാൽ സബ് സീക്വൻസുകളെല്ലാം സെയിം പോയിന്റിലോട്ട് കൺവെർജ് ചെയ്യും എന്നാണ് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത്. ഹെൻസ് ദ തിയറം. ഓക്കെ, അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. 1-2 തിയറം കൂടെ ഉണ്ട്. നമുക്ക് അടുത്ത തിയറം നോക്കാം. തിയറം 3.4.4 ആണ്. നമുക്കത് നോക്കാം. let x is equal to xn be a sequence of real number, then താഴെ പറയുന്ന 3 കാര്യങ്ങൾ ഈക്വലൻ്റ് ആണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ സീക്വൻസ് എക്സ് എൻ ഡസ് നോട്ട് കൺവെർജ് ടു എക്സ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സീക്വൻസ് എക്സ് എൻ എന്നുള്ളത് എക്സിലോട്ട് കൺവെർജ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ ഈക്വലൻ്റ് അഡീഷൻസ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് കൺവെർജ് ചെയ്യുന്നില്ല, എക്സിലേക്ക് കൺവെർജ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്, ഈ കൺവെർജ് ചെയ്യുന്നില്ലെങ്കിൽ ഈ പറയുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യം സെയിം ആയിരിക്കും എന്നാണ്. അതായത് കൺവെർട്ട് ചെയ്യുന്നില്ലെങ്കിൽ 2 ശരിയായിരിക്കും, അതേപോലെ തന്നെ 3 ശരിയായിരിക്കും. ഇനി 2 or 3 ശരിയാവുകയാണെങ്കിൽ 1 ശരിയാകണം. അപ്പോൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആ ബാക്കി അതിൻ്റെ ഇക്വലൻ്റ് കണ്ടീഷനാണ് അടുത്തത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്, there exists an epsilon naught greater than 0 such that for any k belongs to n there exists nk belongs to n such that nk greater than or equal to k, modulus of xn minus x greater than or equal to epsilon. മൂന്നാമത്തെയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. there exists an epsilon not greater than 0 and subsequence x dash is equal to xnk of x such that modulus of xnk minus x greater than or equal to epsilon for every k belongs to n. എന്ന് വെച്ചാൽ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടാമത്തത് പറഞ്ഞിരിക്കുന്നത് സീക്വൻസ് കൺവെർജ് ചെയ്യുന്നില്ല എക്സിലേക്ക് എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. കൺവെർജ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺവെർജ് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടുത്തെ പറഞ്ഞിരിക്കുന്നത് എക്സിസ്റ്റ് ആൻഡ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഫോർ എനി കെ ബിലോങ്സ് ടു എൻ, എൻ കെ ബിലോങ്സ് ടു എൻ സച്ച് ദാറ്റ് എൻ കെ ഫോർ എൻ കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എപ്സിലോൺ. എന്ന് വെച്ചാൽ കൺവെർജ് ചെയ്താൽ എന്താണ്, ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ ഡെഫിനിഷൻ എന്താണ്, മോഡുലസ് ഓഫ് കണ്ടീഷനലിന് ശേഷം മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളതാണ്. അപ്പം ലെസ് ദാൻ എപ്സിലോൺ കൺവെർജ് ചെയ്താൽ ലെസ് ദാൻ എപ്സിലോൺ ആകണം. അപ്പം കൺവെർജ് ചെയ്യുന്നില്ല എങ്കിൽ എന്താകണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആയാൽ മതി. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രൂഫിൻ്റെ പോലും ആവശ്യമില്ല, നമ്മൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രൂഫായി. ഇനി മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കൺവെർജ് ചെയ്താൽ ഈ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്താണ്, നമുക്ക് എക്സ് എൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ എക്സ് എൻ കെ എന്ന് വെച്ചാൽ അതിൻ്റെ സബ് സീക്വൻസും കൺവെർജ് ചെയ്യുന്നു എന്ന് കിട്ടത്തില്ലേ. എന്ന് വെച്ചാൽ സബ് സീക്വൻസും മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എക്സ് എൻ കെ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള രീതി കിട്ടും. അപ്പം എന്താണ്, ഇപ്പം ഇങ്ങനെയാണെങ്കിൽ കൺവെർജ് ചെയ്യുന്നില്ല എങ്കിൽ എന്നാണെങ്കിൽ എപ്പം ചിന്തിച്ച് നോക്കിയേ, മോഡുലസ് ഓഫ് എക്സ് എൻ കെ മൈനസ് എക്സ് ഇതിൻ്റെ അടുത്താണ് ഈക്വൽ ടു എപ്സിലോൺ ആകും. അപ്പോൾ സബ് സീക്വൻസും കൺവെർജ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ കിട്ടും. ഇതാണ് പറഞ്ഞിരിക്കുന്നത് 3 എണ്ണം. ഓക്കെ, അപ്പം ആലോചിച്ച് നോക്കിയാൽ മതി, വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫിലോട്ട് പോകാം നമുക്ക്. അപ്പം എങ്ങനെയാണ് തിയറം പോകുന്നതെന്ന് നോക്കുക. അതായത് നമുക്ക് 1 ഇംപ്ലൈ 2, 2 ഇംപ്ലൈ 3, 3 ഇംപ്ലൈ 1 എന്നുള്ള രീതിയിലാണ് പോകേണ്ടത്. അപ്പം 1 ഇംപ്ലൈ 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1 എന്ന് പറഞ്ഞാൽ കൺവെർജ് ചെയ്യുന്നു, എക്സ് എൻ കൺവെർജസ് ടു എക്സ് എന്നാണ്. അപ്പോൾ എക്സ് എൻ കൺവെർജസ് ടു എക്സ് ആണ് എങ്കിൽ എന്താണ് മീനിങ്, മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആണ്.
അപ്പോൾ കൺവേർജ് ചെയ്യുന്നില്ല എങ്കിൽ, കൺവേർജ് ചെയ്യുന്നില്ല, 1 ആണോ അസ്യൂം ചെയ്തിരിക്കുക, കൺവേർജ് ചെയ്യുന്നില്ല, അപ്പോൾ എന്താകും, ഈ ലെസ് ദാൻ എന്നുള്ളത് നോട്ടാകും. എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് കിട്ടും. അപ്പം 2 ആണ് അല്ലേ, 2 കിട്ടി. അപ്പം കൺവേർജ് ചെയ്താൽ ലെസ് ദാൻ എപ്സിലോൺ, കൺവേർജ് ചെയ്യുന്നില്ല എങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റ്ലി അവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പം 1 ഇംപ്ലൈ 2 അത് ട്രിവിയലാണ്. അപ്പോൾ ഇനി നമുക്ക് 2 ഇംപ്ലൈ 3 നോക്കാം. 2 ഇംപ്ലൈ 3. 2 എന്താണ്? 2 എന്ന് പറയുന്നത് there exists epsilon not greater than 0 such that for any k belongs to n such that modulus of xn minus x greater than or equal to epsilon എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താണ്, അതിൻ്റെ സെയിം സാധനം തന്നെ പറഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെ ഉണ്ട്. എക്സ് എൻ്റെ സ്ഥാനത്ത് എക്സ് എൻ കെ ആകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മളൊരു സബ് സീക്വൻസ് കണ്ടുപിടിക്കുക. n1 ലെസ് ദാൻ n2 ലെസ് ദാൻ എക്സെട്ര ആയിട്ടുള്ള സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ള സബ് സീക്വൻസ് കണ്ടുപിടിക്കുക. ആ സബ് സീക്വൻസ് ഈ സബ് സീക്വൻസും ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് വിച്ച് ഇംപ്ലൈ എക്സ് എന്നിനെ വെച്ച് നമുക്ക് എക്സ് എൻ കെ വെച്ച് റീപ്ലേസ് ചെയ്യാം. കാരണം എക്സ് എന്നുകൾ തന്നെയാണ് എക്സ് എൻ കെകൾ. അപ്പോൾ എല്ലാം അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുക. അപ്പം എന്താണ്, 3യിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സാറ്റിസ്ഫൈഡ് ആകും. അപ്പം 3 അവിടെ കിട്ടും. ഓക്കെ, അപ്പം അവിടെ അതും കഴിഞ്ഞു. ഇനി 3 ഇംപ്ലൈ 1 എന്നുള്ളതാണ് അടുത്തത് വേണ്ടത്. 3 ഇംപ്ലൈ 1. 3 ഇംപ്ലൈ 1 ചെയ്യുന്നത് എന്താണ്? 3 എന്ന് പറഞ്ഞാൽ സബ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് 3. അപ്പം സബ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്നില്ല എന്നുള്ളത് അസ്യൂം ചെയ്യുക. സബ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എക്സ് എൻ കെ ഡസ് നോട്ട് കൺവേർജസ് ടു എക്സ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പം സബ് സീക്വൻസ് എക്സ് എൻ കെ കൺവേർജ് ചെയ്യുന്നില്ല എങ്കിൽ എക്സ് എന്നും ഡസ് നോട്ട് കൺവേർജസ് ടു എക്സ് ആണ് അല്ലേ. അപ്പോൾ എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു എക്സ് ആണ് എന്ന് വെച്ചാൽ എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു എക്സ്. ഇതാണ് 1, അതാണ് 1. അത് തന്നെയായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. സോ ഹെൻസ് ദ തിയറം. അത്രയേ ഉള്ളൂ. ആ തിയറം ഇവിടെ കഴിഞ്ഞു. അപ്പം നമുക്കിനിയും വേറൊരു തിയറം ഉണ്ട്, അത് നോക്കാം. ഇനി നമുക്ക് സെക്ഷൻ 3.4.5 ആണ്. സെക്ഷൻ 3.4.5 ആണ് ഡൈവർജൻസ് ക്രൈറ്റീരിയ. ഡൈവർജൻസ് ക്രൈറ്റീരിയ ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം ഡൈവർജൻസ് ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കുക. ഞാൻ വായിക്കാം, ഞാൻ എഴുതുന്നില്ല. ഇഫ് എ സീക്വൻസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എൻ ഓഫ് റിയൽ നമ്പർ ഹാസ് എയ്തർ ദ ഫോളോയിങ് പ്രോപ്പർട്ടി ദെൻ എക്സ് ഈസ് ഡൈവർജൻറ്റ്. അതായത് താഴെ പറയുന്ന 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ഒരു സീക്വൻസിനുണ്ടെങ്കിൽ ആ സീക്വൻസ് ഡൈവർജൻ്റ് ആയിരിക്കും. അതായത് 1, 2 എന്ന് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങളിൽ ഏതും ഇംപ്ലൈ ചെയ്യുന്നത് സീക്വൻസ് ഡൈവർജൻ്റ് ആണ് എന്നാണ്. ഡൈവർജൻ്റ് എന്ന് പറഞ്ഞാൽ കൺവർജൻ്റ് അല്ല എന്നാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, എക്സ് ഹാസ് 2 കൺവർജൻറ്റ് സബ് സീക്വൻസ്. അപ്പം ഒരു സീക്വൻസിന് 2 കൺവർജൻറ്റ് സബ് സീക്വൻസുകളുണ്ട്. അതായത് 1ലോട്ടും കൺവർജ് ചെയ്യുന്നു, 2ലോട്ടും കൺവർജ് ചെയ്യുന്നു എങ്കിൽ ആ സീക്വൻസ് ഡൈവർജൻ്റ് ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. മനസ്സിലായോ? അതായത് ഒരു സീക്വൻസ് 1ലോട്ടും കൺവർജ് ചെയ്യുന്നുണ്ട്, 2ലോട്ടും കൺവർജ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതായത് അതിൻ്റെ സബ് സീക്വൻസുകൾ 1ലോട്ടും 2ലോട്ടും കൺവർജ് ചെയ്യുന്നു എങ്കിൽ അത് കൺവർജൻ്റ് അല്ല, അത് ഡൈവർജൻ്റ് ആണെന്ന് പറയും. അതേപോലെ തന്നെ എക്സ് അൺബൗണ്ടഡ് ആണെങ്കിൽ അതിനെയും ഡൈവർജൻ്റ് എന്ന് പറയും. അപ്പം ഈ 2 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ നോട്ട് പ്രിൻ്റ് എടുത്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോക്കുക, വായിച്ച് നോക്കാനുള്ളതേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഇനി അടുത്തൊരു തിയറമാണ് 3.4.7 മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. If x is equal to xn is a sequence of real number, then there is subsequence of x that is monotone. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒന്നുകൂടെ വായിച്ചു തരാം. എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്, സീക്വൻസ് ഓഫ് റിയൽ നമ്പറാണ്. അങ്ങനെ ആണെങ്കിൽ അതിന് ഒരു മോണോട്ടോൺ ആയിട്ടുള്ള സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊരു സീക്വൻസിനും, ഇത്രയേ ഉള്ളൂ, ഇത് കേൾക്കുക, ഏതൊരു സീക്വൻസിനും മോണോട്ടോൺ ആയിട്ടുള്ള ഒരു സബ് സീക്വൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ ഈ തിയറം പറയുന്നത്.
നമ്മൾക്കൊരു തിയറം തന്നു കഴിഞ്ഞാൽ അത് മോണോട്ടോൺ ആയിട്ടുള്ള ഒരു സബ് സീക്വൻസ് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. മോണോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കണം അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കണം. അപ്പോൾ ഏതൊരു സീക്വൻസ് ആണെങ്കിലും ഒന്നെങ്കിൽ ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ ഡിക്രീസിങ്ങോ ആയിട്ടുള്ള ഒരു സബ് സീക്വൻസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ തിയറം. എന്നാൽ അതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി എന്താണ്, പുതിയൊരു ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കണം. പീക്ക് എന്ന് പറയും. എന്താണ് ഒരു സീക്വൻസിൻ്റെ പീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പീക്ക് ഡിഫൈൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു എന്താണ് സീക്വൻസിൻ്റെ ഒരു ടേം എക്സ് എമ്മിനെ പീക്ക് എന്ന് പറയണമെങ്കിൽ, അതായത് സീക്വൻസ് x1 x2 x3 എക്സെട്ര xm എക്സെട്ര എന്ന് പറയുന്ന ഒരു സീക്വൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ mth ടേം പീക്ക് എന്ന് പറയണമെങ്കിൽ, മനസ്സിലായോ? അതിനെ പീക്ക് എന്ന് പറയണമെങ്കിൽ എക്സ്എമ്മിന് ശേഷമുള്ള എല്ലാ ടേമുകളും എക്സ്എമ്മിനേക്കാൾ ചെറുതായിരിക്കണം. അതായത് സീക്വൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല എങ്കിലും ഇതാണ് എക്സ് എം എന്ന് കരുതുക. എക്സ്എമ്മിന് ശേഷമുള്ള എല്ലാ ടേമുകളും എക്സ്എമ്മിനേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ അത് പീക്ക് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഫംഗ്ഷൻ്റെ മാക്സിമം എന്ന് പറയത്തില്ലേ, ഫംഗ്ഷൻ്റെ മാക്സിമം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പീക്ക് പറയുന്നത്. അപ്പം ആ പോയിന്റിനെ പീക്ക് എന്ന് പറയണമെങ്കിൽ അതിന് ശേഷമുള്ള എല്ലാ ടേമുകളും അതിനേക്കാളും ചെറുതായിരിക്കണം. അപ്പം ഇവിടെ ഇത് ഓരോ ടേമാണെന്ന് കരുതുക. അപ്പം ഈ ഇത് XM പ്ലസ് ആണെന്ന് കരുതുക. അപ്പോൾ ഇതും ഒരു പീക്കാണ്, കാരണം അതിന് ശേഷമുള്ളതെല്ലാം അതിനേക്കാളും ചെറുതാണ്. അപ്പോൾ ഇതും ഒരു പീക്കാണ്, ഇതും ഒരു പീക്കാണ്, ഇങ്ങനെ വരുന്നു. അപ്പം പീക്ക് എന്ന് വെച്ചാൽ ഒരു ടേമിനെ പീക്ക് എന്ന് പറയണമെങ്കിൽ ആ ടേമിന് ശേഷമുള്ള എല്ലാ ടേമുകളും അതിനേക്കാളും വലുതായിരിക്കണം, ശേഷമുള്ള ടേമിനേക്കാളും വലുതായിരിക്കണം ആ XM എന്ന് പറയുന്നത്, എങ്കിൽ അതിനെ പീക്ക് എന്ന് പറയും. ഓക്കെ. അപ്പം നോക്കിയേ, ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ, അതായത് ചെറുതായി വരുന്ന സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ ടൈമുകളും പീക്കായിരിക്കും. ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അതിന് പീക്കുകൾ ഇല്ലാതിരിക്കും. ഇതാണ് അവിടെ പറയുന്നത്, മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ആലോചിക്കുക, നമുക്ക് ഒരു തിയറമായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്, മോണോട്ടോൺ സബ് സീക്വൻസ് തിയറം. എന്താണ്, ഏതൊരു സീക്വൻസിനും മോണോട്ടോൺ ആയിട്ടുള്ളൊരു സബ് സീക്വൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ആ തിയറം പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2 കേസുകൾ എടുക്കുന്നു, കേസ് 1ഉം കേസ് 2ഉം. കേസ് 1 എന്ന് പറയുന്നത് എന്താണ്? കേസ് 1 എന്ന് പറയുന്നത് എക്സ് എന്നുള്ള സീക്വൻസിന് എക്സിന് ഇൻഫിനിറ്റ്ലി മെനി പീക്ക് ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എക്സിന് ഫൈനൈറ്റ്ലി മെനി പീക്ക് എന്നുള്ളതാണ്. ഓക്കെ, ഈ 2 ഓപ്ഷൻസ് മാത്രമേ നമുക്കുള്ളൂ, ഈ 2 ഓപ്ഷൻസേ നമുക്കുള്ളൂ. അപ്പം ഒന്നെങ്കിൽ എക്സിന് ഇൻഫിനിറ്റ്ലി മെനി പീക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സിന് ഫൈനൈറ്റ്ലി മെനി പീക്ക് ഉണ്ട്. അപ്പം ഒന്നാമത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇൻഫിനിറ്റ്ലി മെനി പീക്ക് ഉണ്ട്. അപ്പോൾ എക്സിന് ഇൻഫിനിറ്റ്ലി മെനി പീക്ക് ഉണ്ട് എങ്കിൽ ആ പീക്കുകളെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുകയാണ്. XM1 XM2 എക്സെട്ര എന്ന് പറയുന്നതാണ് അതിൻ്റെ പീക്കുകളെന്ന് കരുതുക. ഇൻഫിനിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് XM1 XM2. അതായത് M1ത്തെ ടേമാണ് ഒന്നാമത്തെ പീക്ക്, M2ത്തെ ടേമാണ് രണ്ടാമത്തെ പീക്ക്, എങ്ങനെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഫിനിറ്റ്ലി മെനി പീക്ക് അങ്ങനെയുണ്ട്, അതിനെ നമ്മൾ കളക്ട് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ക്ലിയർലി XM1 എന്ന് പറഞ്ഞത് ഒന്നാമത്തെ പീക്കാണ്, അപ്പോൾ അതായിരിക്കും ഏറ്റവും വലുത്. XM2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ പീക്കാണ്, അതാണ് അതിനേക്കാളും ചെറുതായിരിക്കും. XM3 മൂന്നാമത്തെ പീക്കാണ്, അതിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പീക്കുകളെ ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒന്നാമത്തെ പീക്കായിരിക്കും ഏറ്റവും വലുത്, അടുത്ത പീക്കിനെ എടുക്കുന്നു, അങ്ങനെ എടുത്തു കൊടുക്കും. അപ്പോൾ നോക്കിയേ, XM1 ആണ് വലുത്, അതിൻ്റെ ചെറുതാണ് XM2, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ സീക്വൻസ് XMK കൺസിഡർ ചെയ്താൽ ഇതെന്താണ്, ഈ XMK എന്നുള്ളത് ഡിക്രീസിങ് ആണെന്ന് കിട്ടും. എന്ന് വെച്ചാൽ XMK നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, പീക്കുകളെ കളക്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. അപ്പം XMK എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സബ് സീക്വൻസ് ആണ്. നമ്മുടെ XNൻ്റെ സബ് സീക്വൻസ് ആണ് ഇവിടെ XMK. ഈ XMK ഡിക്രീസിങ്ങുമാണ്, എന്ന് വെച്ചാൽ അത് മോണോട്ടോണാണ്. അപ്പം മോണോട്ടോണായിട്ടുള്ള ഒരു സബ് സീക്വൻസ് നമുക്ക് കണ്ടുപിടിച്ചു എന്നാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം എന്താണ്, ഒന്നാമത്തെ കേസിൽ ഇൻഫിനിറ്റ്ലി മെനി പീക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു സബ് സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റും മോണോട്ടോൺ ആയിട്ടുള്ള. അപ്പോൾ ഒന്നാമത്തെ കേസ് അവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക, എന്താണ്, എക്സ് ഹാസ് ഫൈനൈറ്റ് പീക്ക്. ഓക്കെ, അപ്പം എക്സിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സ് മാത്രമേ ഉള്ളൂ.
അപ്പം ആ ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സിനെ ഞാനവിടെ എടുത്ത് വെക്കുകയാണ്. എന്താണ്? എക്സ് M1, എക്സ് M2, എക്സെട്ര എക്സ് MR എന്ന് പറഞ്ഞ് ഞാനതിൻ്റെ പീക്കുകളെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത്രയും ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്നത് പീക്കുകളെല്ലാം കഴിഞ്ഞ് അതിന് ശേഷമുള്ള അടുത്ത ടേം ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെ XMR ആണ് അവസാനത്തെ പീക്കെങ്കിൽ XMR+1 എന്നുള്ളൊരു ടേം ഉണ്ടായിരിക്കുമല്ലോ. അതായത് MR+1 ടേം, MR+1 ടേം എന്താണ്? XMR+1 ആണത്. അപ്പം XMR+1 എന്നുള്ള ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതിനെ എടുക്കുക. നോക്കട്ടെ. അപ്പം XMR+1 എന്നുള്ളത് അതെടുക്കാം. അപ്പോൾ അതെടുക്കാൻ വേണ്ടി MR+1 എന്നുള്ള ആ ഒരു ടേമിനെ ഞാൻ S എന്ന് വിളിക്കുന്നു. S1 എന്നതിനെ ഞാൻ വിളിച്ചു. അപ്പം MR+1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പീക്കുകൾക്ക് ശേഷമുള്ള ടേമാണ്. ആ ടേമിൻ്റെ സഫിക്സ് ആണ് MR+1. അതിനെ ഞാൻ S1 എന്ന് വിളിച്ചു. ഓക്കെ, അപ്പം എന്താണ് ഇനിയും XS1 എന്നുള്ള ടേം എടുക്കുക. അതായത് പീക്കുകൾക്ക് ശേഷമുള്ള നമ്മളിപ്പം കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ടേമാണ് XS1 എന്നുള്ളത്. ഇനി SN എന്ന് വിളിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത്. XS1 എന്നുള്ളത് അപ്പം പീക്കുകളെല്ലാം കഴിഞ്ഞു പോയി. പീക്കുകൾക്ക് ശേഷമാണ് ഈ ടേം എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഒരു പീക്കല്ല. അപ്പം അതൊരു പീക്കല്ലെങ്കിൽ എന്താണ്? പീക്കാണെങ്കിൽ അതിന് ശേഷമുള്ള എല്ലാ ടേമുകളും അതിനേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ ഈ പീക്ക് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഏതൊക്കെയോ ടേമുകൾ അതിനേക്കാളും വലുതാണ് എന്ന് കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് ഒരു S1 S2 കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോൾ XS1 ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ XS1-നേക്കാളും വലിയ ഒരു നമ്പറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് XS1 XS2 ആയിട്ടുള്ള ഒരു S2-നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അത് പീക്കല്ല. പീക്കാണെങ്കിൽ എല്ലാ ടേമുകളും അതിന് ശേഷമുള്ളതെല്ലാം ചെറുതായി പോകും. പീക്കല്ലാത്തത് കൊണ്ട് അതിന് XS1-ന് ശേഷം ആ ടേമിനേക്കാളും വലിയ ഒരു ടേം ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ XS2-നെ കിട്ടി. ഇനിയും എന്താണ്? നമ്മളിനി ഇതേപോലെ തന്നെ ഒരു S3 ഉണ്ടായിരിക്കും. XS2 എന്നുള്ളത് പീക്കല്ല. XS2 പീക്കല്ലാത്തത് കൊണ്ട് അതിന് ശേഷം നമുക്കൊരു XS3-യെ കണ്ടുപിടിക്കാൻ പറ്റും. XS3-യെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻക്രീസിങ് സീക്വൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം സീക്വൻസ് XSK എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണ്. അപ്പം ഈ XSK എന്താണ്? ഒരു സബ് സീക്വൻസ് ആണ്. അപ്പോൾ സബ് സീക്വൻസ് ആണ്, അത് ഇൻക്രീസിങ് ആണ്. ദാറ്റ് ഈസ് മോണോട്ടോൺ. അപ്പം മോണോട്ടോൺ ആയിട്ടുള്ള ഒരു സബ് സീക്വൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം രണ്ട് കേസിലും നമുക്ക് മോണോട്ടോൺ ആയിട്ടുള്ള സബ് സീക്വൻസിനെ കണ്ടുപിടിക്കാൻ പറ്റി. ദാറ്റ് ഈസ് വി ഹാവ് ഡൺ. ഓക്കെ, ഇനി ഒരു ചെറിയൊരു തിയറം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുക. റിയൽ അതോടെ തീരും. അതായത് 3.4.8 ആണ് ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം. ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കണം. ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം പറയുന്നത് ഇങ്ങനെയാണ്: എ ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ഹാസ് എ കൺവെർജന്റ് സബ് സീക്വൻസ്. ഇത് എ ബൗണ്ടഡ് A bounded sequence of real number has a convergent subsequence. എന്ന് വെച്ചാൽ ഒരു ബൗണ്ടഡ് സീക്വൻസിന് ഏതൊരു ബൗണ്ടഡ് സീക്വൻസ് എടുത്താലും അതിന് കൺവെർജൻ്റ് ആയിട്ടുള്ള സബ് സീക്വൻസുകളെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഏത് ബൗണ്ടഡ് സീക്വൻസ് എടുത്താലും അതിന് കൺവെർജൻറ്റ് സബ് സീക്വൻസുകളെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ ഈ തിയറം. ഓക്കെ, അപ്പോൾ ഈ തിയറം രണ്ട് തിയറങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. ആ തിയറം, ഒന്നാമത്തെ തിയറം എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പിലത്തെ തിയറം നമ്മൾ പഠിച്ചു. എന്താണ്? മോണോട്ടോൺ സബ് സീക്വൻസ് തിയറം നമ്മൾ പഠിച്ചു. മോണോട്ടോൺ സബ് സീക്വൻസ് തിയറം എന്താണ്? എവരി സീക്വൻസ് ഹാസ് എ മോണോട്ടോൺ സബ് സീക്വൻസ്. അപ്പം ഏതൊരു സീക്വൻസിനും ഒരു മോണോട്ടോൺ ആയിട്ടുള്ള സബ് സീക്വൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ തിയറം. അപ്പം ഈ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ബൗണ്ടഡ് ആയിട്ടുള്ള ഈ സീക്വൻസിനും ഒരു മോണോട്ടോൺ സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ പ്രീവിയസ് തിയറം അനുസരിച്ച് എന്താണ്?
നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ബൗണ്ടഡ് സീക്വൻസിനും ഒരു മോണോട്ടോൺ സബ് സീക്വൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രീവിയസ് തിയറം വെച്ച് പറയാൻ പറ്റുന്നത്. എല്ലാ സീക്വൻസുകൾക്കും മോണോട്ടോൺ സബ് സീക്വൻസ് ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ബൗണ്ടഡ് സീക്വൻസിനും മോണോട്ടോൺ സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. അപ്പം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണ്? നമ്മുടെ സീക്വൻസ് മോണോട്ടോണാണ്, അതേപോലെ തന്നെ ബൗണ്ടഡുമാണ്. അപ്പം മോണോട്ടോണുമാണ്, ബൗണ്ടഡുമാണ്. അപ്പം ഇനിയും നമുക്ക് ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. മോണോട്ടോൺ ആണ് എന്നുള്ളത് കാര്യമുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇനിയും നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു തിയറമാണ് മോണോട്ടോൺ കൺവെർജൻസ് തിയറം. മോണോട്ടോൺ കൺവെർജൻസ് തിയറം പറയുന്നത് എ മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ഈസ് കൺവെർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. എന്നുകൂടെ പറയാം, ഞാൻ എഴുതുന്നില്ല. എ മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ഈസ് കൺവെർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. അതായത് എന്താണ്? മോണോട്ടോൺ സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കും, അതേപോലെ തന്നെ ബൗണ്ടഡ് ആണെങ്കിൽ അത് കൺവെർജൻറ്റും ആയിരിക്കും. മനസ്സിലായോ? മോണോട്ടോൺ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് എടുക്കാം. അതായത് മോണോട്ടോൺ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഇനി നമ്മുടെ കാര്യത്തിലോട്ട് വരിക. നമ്മൾ മോണോട്ടോണുമാണ്, ബൗണ്ടഡുമാണ്. അപ്പോൾ മോണോട്ടോണായിട്ടുള്ള ബൗണ്ടഡ് സീക്വൻസുകളെല്ലാം കൺവെർജൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഈ തിയറത്തിൽ നിന്ന് പറയാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് കൺവെർജൻ്റ് എന്ന് കിട്ടി. അപ്പോൾ നമ്മളുടെ സീക്വൻസ് കൺവെർജൻ്റ് ആണ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് നമുക്കതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. പ്രീവിയസ് ആയിട്ടുള്ള 2 തിയറങ്ങൾ ഉപയോഗിക്കുന്നു. അത് ഡയറക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യത്തിൽ എത്തിച്ചേരുന്നു. നിങ്ങൾ പ്രിൻറ്റ് ചെയ്തത് ജസ്റ്റ് വായിച്ച് നോക്കുക. ഇത്രയേ ഉള്ളൂ റിയൽ അനാലിസിസ്. അപ്പോൾ നിങ്ങൾ റിയൽ ഫുള്ളിരുന്ന് നോക്കുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.